ലോകത്തെ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ നിഴലിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇറാനെതിരെ കടുത്ത സൈനിക ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ആണവ കരാർ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ രാജ്യം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ബോംബാക്രമണങ്ങളുടെ പുതിയ തരംഗത്തെ നേരിടാൻ വരുമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം. കഴിഞ്ഞ ദിവസം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ട്രംപ് ലോകത്തെ ഞെട്ടിച്ച ഈ പ്രസ്താവന നടത്തിയത്. ഇസ്രായേലുമായി ചേർന്ന് അമേരിക്ക പശ്ചിമേഷ്യയിൽ നടത്തുന്ന സൈനിക നീക്കത്തിന് എപ്പിക് ഫ്യൂറി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. മുൻപ് നിലവിലിരുന്ന ആണവ കരാറിൽ നിന്ന് വിഭിന്നമായി അതീവ കർശനമായ ഉപാധികളാണ് പുതിയ കരാറിലൂടെ ഡൊണാൾഡ് ട്രംപ് ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. പ്രധാനമായും 3 നിർണായക മേഖലകളിലാണ് അമേരിക്ക ഇത്തവണ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഒന്നാമതായി, ഇറാന്റെ ആണവ പദ്ധതികളുടെ മേൽ പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തുക എന്നതാണ് ട്രംപിന്റെ പ്രാഥമിക ലക്ഷ്യം. ഇറാൻ ഭാവിയിൽ ഒരു കാലത്തും ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള കർശനമായ പരിശോധനകളും വ്യവസ്ഥകളും ഉൾപ്പെടുന്ന ഒരു സുരക്ഷാ കവചമാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത്. രണ്ടാമതായി, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യയുടെ വികാസത്തെ പൂർണ്ണമായും തടയുക എന്നതിനും പുതിയ നീക്കത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇറാന്റെ മിസൈൽ ശേഷി മേഖലയിലെ ഇസ്രായേൽ അടക്കമുള്ള സഖ്യകക്ഷികൾക്ക് ഭീഷണിയാണെന്ന വിലയിരുത്തലിലാണ് ഈ നീക്കം. മൂന്നാമതായി, മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളായ ലെബനൻ, യമൻ, സിറിയ എന്നിവിടങ്ങളിൽ ഇറാൻ നടത്തുന്ന സൈനികവും രാഷ്ട്രീയവുമായ ഇടപെടലുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു. ഇറാന്റെ പ്രാദേശിക സ്വാധീനം ഇല്ലാതാക്കുന്നതിലൂടെ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും മേധാവിത്വം ഉറപ്പിക്കാനാണ് ഈ പുതിയ ഉപാധികളിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത്. തന്റെ ആദ്യ ഭരണകാലത്ത് ആവിഷ്കരിച്ച മാക്സിമം പ്രഷർ എന്ന കർക്കശമായ വിദേശ നയം കൂടുതൽ തീവ്രതയോടെ പുനരാരംഭിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കുന്ന തരത്തിലുള്ള കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക ഭീഷണി നിരന്തരം നിലനിർത്തുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ കാതൽ. ഇത്തരത്തിൽ സർവ്വതലസ്പർശിയായ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ ഇറാനെ പൂർണ്ണമായും നിസ്സഹായാവസ്ഥയിലാക്കാനും താൻ മുന്നോട്ട് വയ്ക്കുന്ന കർശനമായ വ്യവസ്ഥകൾ അംഗീകരിച്ച് ചർച്ചാ മേശയിലേക്ക് വരാൻ അവരെ നിർബന്ധിതരാക്കാനുമാണ് അമേരിക്കൻ ഭരണകൂടം ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇറാൻ സമ്മതിച്ച കാര്യങ്ങൾ അവർ നൽകാൻ തയ്യാറായാൽ ഐതിഹാസികമായി മാറിയ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്നും അല്ലാത്തപക്ഷം രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം അതിശക്തമായ ബോംബാക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. നയതന്ത്രപരമായ നീക്കങ്ങളെ സൈനിക കരുത്തുമായി കൂട്ടിയിണക്കി പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം പാടെ തുടച്ചു നീക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് ഈ നീക്കങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ട്രംപിന്റെ ഈ പുതിയ നീക്കം ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കുമാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. പ്രധാനമായും യൂറോപ്യൻ രാജ്യങ്ങൾ ഈ നീക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാനുമായി നേരിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് ആഗോള എണ്ണ വിപണിയെ തകർക്കുമെന്നും തൽഫലമായി ലോകമെമ്പാടും കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകുമെന്നും യൂറോപ്യൻ യൂണിയൻ ഭയപ്പെടുന്നു. അതേസമയം അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തങ്ങൾ വഴങ്ങില്ലെന്ന് ഇറാൻ ഔദ്യോഗികമായി ആവർത്തിക്കുമ്പോഴും രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ആഭ്യന്തര പ്രശ്നങ്ങളും പരിഗണിച്ച് നയതന്ത്ര ചർച്ചകൾക്കുള്ള വാതിലുകൾ അവർ പൂർണ്ണമായും അടച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. ഇതിനിടയിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ ഇറാന്റെ സ്വാധീനം പാടെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ എല്ലാ നീക്കങ്ങൾക്കും ഇസ്രായേൽ തങ്ങളുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്തമായ നിലപാടുകൾക്കിടയിൽ പശ്ചിമേഷ്യൻ സമാധാനം വീണ്ടും വലിയൊരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. കൂടാതെ ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ പാതകൾ യുദ്ധം മൂലം തടസ്സപ്പെട്ടാൽ അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ഇന്ധന വിലയെയും വ്യാപാരത്തെയും ഗുരുതരമായി ബാധിക്കും. പശ്ചിമേഷ്യയിലെ ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സുരക്ഷയും വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. നയതന്ത്രജ്ഞതയേക്കാൾ ഉപരിയായി സൈനികമായ കരുത്തു പ്രകടനത്തിലൂടെ മാത്രമേ മേഖലയിൽ ശാശ്വതമായ സമാധാനം ഉറപ്പിക്കാൻ സാധിക്കൂ എന്ന ഉറച്ച നിലപാടിലാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കാൻ ശക്തി പ്രകടിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന ഈ വാദം പശ്ചിമേഷ്യയെ ഒരു നിർണായക സന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ കടുത്ത നിലപാടുകളും ഭീഷണികളും ഇറാനെ വിട്ടുവീഴ്ചകൾക്ക് പ്രേരിപ്പിക്കുമോ അതോ നിയന്ത്രണാതീതമായി ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യയെ തള്ളിവിടുമോ എന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളെയും പ്രത്യാക്രമണങ്ങളെയും ആശ്രയിച്ചിരിക്കും. ലോകരാജ്യങ്ങൾ മുഴുവൻ അതീവ ആശങ്കയോടെയാണ് ഈ സാഹചര്യത്തെ വീക്ഷിക്കുന്നത്. തങ്ങൾക്ക് നേരെയുള്ള ഈ അന്ത്യശാസനത്തോട് ടെഹ്റാൻ ഭരണകൂടം എത്തരത്തിലുള്ള മറുപടിയായിരിക്കും നൽകുക എന്നതിനെ ആശ്രയിച്ചിരിക്കും ആഗോള സമാധാനത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെയും ഭാവി. അതിനാൽ തന്നെ പശ്ചിമേഷ്യയിൽ ഓരോ ചലനവും ലോകം ഉറ്റുനോക്കുന്ന അതീവ പ്രാധാന്യമുള്ള ഒന്നായി മാറിയിരിക്കുന്നു.